പാഠം 1007 ലാഭങ്ങൾ വരുന്ന വഴി. റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകൾ കുറയ്ക്കാൻ ആലോചിക്കുന്നു. നോട്ട് നിരോധനത്തെ തുടർന്ന് വിവിധ ബാങ്കുകളിൽ നിക്ഷേപം വൻതോതിൽ വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെന്ന് സൂചന. റിപ്പോ നിരക്കുകൾ കുറയുന്നതോടെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ പത്രം കണ്ടോ? റിപ്പോ നിരക്കുകൾ കുറയ്ക്കാൻ റിസർവ് ബാങ്ക് ആലോചിക്കുന്നു. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അടുക്കളയിലെ ആ പൈപ്പുകളെല്ലാം ലീക്ക് ആവുകയാണെന്ന് ഞാൻ മോഹനോട് പറയാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി. വാഷ് ബേസിലെ കുളിമുറിയിലെ ടാപ്പിന്റെ അവസ്ഥ അത് തന്നെയാ. ആ നന്നൊക്കെ വല്ല ഉദ്ദേശം ഉണ്ടോന്ന്? ഞാൻ ഒരു പ്ലംബർ അല്ല, വില്ലേജ് ഓഫീസറാണ്. അതെനിക്കറിയാം. ഏതെങ്കിലും ഒരു പ്ലംബറെ വിളിച്ച് അതൊന്ന് റിപ്പയർ ചെയ്യണമെന്ന് ഇന്നലെ മിനിങ്ങാന്ന് ഞാൻ മോഹനോട് പറഞ്ഞതല്ലേ. എന്താ മോഹനോട് തീരുമാനം? റിപ്പോ നിരക്കുകൾ കുറയുന്നതോടെ ബാങ്കുകൾ പലിശ കുറക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. അതോടെ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ ഊർജ്ജസ്വലമാകും. രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ ഊർജ്ജസ്വലമാക്കേണ്ട കാര്യമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ അടുക്കള ഊർജ്ജസ്വലമാക്കേണ്ട കാര്യമാണ്. മോഹനുണ്ടോ ഈ റിപ്പോ നിരക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ ടാപ്പ് നന്നാക്കുന്ന കാര്യത്തോട് തീരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സംഗതിയാകെ വിഷമാവേ. ആരോട് പറയാനാണ്? ഭർത്താവിനെ പേടിപ്പിക്കുന്നു. ഒരു കാര്യം പറയാനും കേൾക്കുക. ആരോട് പറയാനുള്ളത്? എന്റെ വിധി അടുപ്പത്ത് പറയാൻ. ഭർത്താവിനെ പേടിപ്പിച്ച് കാര്യങ്ങൾ നടത്താമെന്ന് ഏതെങ്കിലും ഭാര്യ എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഞാൻ പേടിപ്പിച്ചതല്ല മോഹനേട്ടാ, കാര്യം പറഞ്ഞതാ. എന്ത് കാര്യം? ഞാൻ പത്രത്തിലെ വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ വന്ന് അടുക്കളയിലെ നിസാര കാര്യം പറയുന്നത് എങ്ങനെ കാര്യം മനസ്സിലാവും? മോഹനേട്ടൻ പറഞ്ഞതാണോ ഞാൻ പറഞ്ഞതാണോ നിസ്സാര കാര്യം? നീ പറഞ്ഞത്. ആ കൊള്ളാം. മോഹനേട്ടൻ പറഞ്ഞത് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കാൻ പോകുന്നതിനെ പറ്റിയാണ്. നല്ല കാര്യം. കുറയ്ക്കുവാണെങ്കിൽ കുറച്ചോട്ടെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നമൊക്കെ അങ്ങ് തീരുമല്ലോ. അതിൽ ഞാൻ ഒരു എതിർപ്പും പറയുന്നില്ല. പിന്നെ പക്ഷേ ഈ അടുക്കളയിലെ ടാപ്പുകൾ ഇങ്ങനെ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്ന മോഹനേട്ടൻ അറിയാലോ. വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണോണ്ടിരിക്കും. അടുക്കളയിലെയും കുളിമുറിയിലെയും മുഴുവൻ ടാപ്പുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ടാങ്കിൽ കിടക്കുന്ന വെള്ളത്തിന്റെ പകുതി ഇങ്ങനെ തന്നെ പോകുന്നു. വെറുതെ കുടിവെള്ളം നഷ്ടപ്പെടുത്തുന്നതിന്റെ ദോഷം ഒരു വശത്ത്, ടാങ്കിലെ വെള്ളം തീരുമ്പോൾ മോട്ടർ അടിക്കേണ്ടി വരുന്നതിന്റെ വൈദ്യുതി നഷ്ടം വേറൊരു വശത്ത്. ഇനി മോഹനേട്ടൻ പറ, റിപ്പോ നിരക്കാണോ ടാപ്പ് റിപ്പയറിംഗ് ആണോ പ്രധാനം? റിസർവ് ബാങ്കിലെ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ആവശ്യമുള്ള ആളുകളെ വെച്ചിട്ടുണ്ട്. കോളേജിൽ പോയപ്പോ കെമിസ്ട്രി പഠിക്കുകയും അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസ് ജോലിക്ക് കയറുകയും ചെയ്ത ഇങ്ങനെ കാര്യത്തിൽ ഇത്ര വലിയ ആശങ്ക? മോഹനേട്ടൻ ആശങ്കപ്പെടേണ്ടത് ഈ വീടിനെ പറ്റി, ഇവിടുത്തെ അടുക്കളയെ പറ്റിയുമാണ്. അത് ചെയ്താൽ മോഹനേട്ടൻ കൊള്ളാം. രക്ഷപ്പെട്ടു. ഉത്തമം വന്നു. ഞാന് ഉത്തമനോട് പറഞ്ഞോളാം കാര്യങ്ങൾ. മോഹനേട്ടൻ പറയുന്നത് കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇവിടെ നടക്കുകയില്ല. നമസ്കാരം ഡോക്കിയിലെ. നമസ്കാരം. പിന്നെ നാരായണക്കുട്ടിച്ചാരൻ പറഞ്ഞു വിട്ടതാണ് കേസിന്റെ അടുത്ത അവധി എന്നാണെന്ന് ചോദിച്ചു. അടുത്ത മാസം 7-ാം തീയതി. ഇത് ചോദിക്കാനാണ് ഉത്തമ ഇവിടെ വരെ വന്നത്? അല്ല വക്കീലെ, ഞാൻ ഏതായാലും ഇതുവഴി പോവല്ലേ, ഒന്ന് കേറാതെ വിചാരിച്ചു. ഉത്തമം വന്നത് വളരെ നന്നായി. അടുക്കളയിലും കുളിമുറിയിലും ടാപ്പുകളെല്ലാം കേടാ ഉത്തമ. ഒരു പ്ലംബറെ വിളിക്കാൻ പറഞ്ഞപ്പോ വില്ലേജ് ഓഫീസർ ഒടുക്കത്തെ പിശുക്ക് തുടങ്ങി. ആ തോമസ് ഊട്ടി ഇന്നലെ വിളിച്ചതാണ്. അവൻ 650 രൂപ ചോദിച്ചെന്ന് പറഞ്ഞ് മോഹനേട്ടനോട് കിട്ടും. 650 രൂപ അത്രയ്ക്ക് കൂടുതലാണ് വക്കീലെ. ആരോട് പറയാൻ? മോഹനേട്ടൻ സ്വഭാവം ഉത്തമൻ തന്നെ അറിഞ്ഞൂടെ? ഉത്തമൻ തന്നെ പറ. മോഹനേട്ടാ. പിന്നെ ആളെ കിട്ടാൻ പാടൊന്നുമില്ല, പക്ഷെ പൈസയുടെ കാര്യമാണ് പ്രശ്നം. എന്തായാലും ഉത്തമൻ ഒരാളെ ഒന്ന് അന്വേഷിക്കേ. പൈസയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. സാർ എവിടെ വിളിച്ചിട്ട്? മോഹനേട്ടാ. മോഹനേട്ടൻ വരാൻ പോകുന്നില്ല. ഞാൻ വിളിച്ചെന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഉത്തമൻ ചെല്ലേ. ഓ ശരി വക്കീലെ. സാറോട് ഉണ്ടായിരുന്ന വക്കീല് സാറിനെ വിളിച്ചല്ലോ. കേട്ടു. ഞാൻ മനഃപൂർവ്വനായിരുന്നു. അത് സാറേ
അടുക്കളയിലെ പൈപ്പ് കേടായതിന്റെ പേരിൽ അവൾ എന്നെ പറ്റി ഉത്തമനോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ ലോകപിശുക്കനാണ്, കാശ് മുടക്കില്ലാതെ ഓരോന്ന് ചെയ്യാൻ വഴി അന്വേഷിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. സാറേ, ഇന്നലെ പൈപ്പ് നന്നാക്കുന്നതിന് വേണ്ടി തോമസ് കുട്ടിയെ സാറ് വിളിച്ചെന്നും തോമസ് കുട്ടി 650 രൂപ കൂലി ചോദിച്ചുകൊണ്ട് സാറ് ഉടക്കിട്ടെന്നും വക്കീല് പറഞ്ഞു. സാറേ ഇപ്പോഴത്തെ കാലത്ത് പൈപ്പ് നന്നാക്കാനെന്നല്ല, ഏത് ജോലിക്കും ആളെ വിളിച്ച കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ തോമസ് കുട്ടിയെ വിളിച്ച 650 രൂപയ്ക്ക് അത് ശരിയാക്കുന്നതല്ലേ നല്ലത്? ഉത്തമ, തോമസ് കുട്ടിയെ വിളിച്ച് 650 രൂപ കൊടുത്ത് പൈപ്പ് നന്നാക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് പിശു കൊണ്ട് മാത്രമല്ല. പിന്നെ തോമസ് കുട്ടിയെ വിളിച്ചത് ഭാമയാണ്. ആ തോമസ് കുട്ടി വന്ന് പൈപ്പ് നന്നാക്കി അയാൾ ചോദിച്ച പൈസയും കൊടുത്തു പോയാൽ ഇനി ഒരു ആവശ്യം വരുമ്പോൾ ഭാമ എന്നോട് ചോദിക്ക പോലും ചെയ്യാതെ ആരെങ്കിലും വിളിച്ചളെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാനായി ഞാൻ കണ്ടുപിടിച്ച വഴിയാണ് ഇത്. സാറേ, പക്ഷെ ഈ പൈപ്പ് നന്നാക്കാതിരിക്കാൻ പറ്റുമോ? വെള്ളം ഇങ്ങനെ ചോർന്നാല് മോട്ടർ അടിക്കുന്നതിന്റെ കറണ്ട് ചാർജ് പോകൂലേ? അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇന്നലെ വില്ലേജ് ഓഫീസിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. മോഹനേഷ് സാർ താലൂക്ക് ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരുമെന്നല്ലേ പ്രഭേ പറഞ്ഞത്? ഇതുവരെ കണ്ടില്ലല്ലോ. തഹസിൽദാരുമായിട്ട് എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. ചിലപ്പോ ചർച്ച കഴിഞ്ഞു കാണില്ലായിരിക്കും. എന്താ കാഞ്ഞിര സാർ ചോദിച്ചത്? ഏയ്, വരേണ്ട സമയം കഴിഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. തഹസിൽദാർ ഇന്ന് ഭയങ്കര തിരക്കിലായിരിക്കും. ചിലപ്പോ കാണാൻ വൈകി കാണും. നമസ്കാരം ശിശുപാലൻ. നമസ്കാരം. എന്റെ ചന്ദ്രകുമാറെ, നിന്നെ ഈയിടായിട്ട് കാണാനൊന്നുമില്ലല്ലോ. എവിടെയാ? പണിത്തിരക്ക ശിശുപാലൻ ചേട്ടാ. വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് വരും. ഇപ്പൊ അടിമാലിയിലാ പണി. ശനിയാഴ്ച രാത്രി വരും, തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. പിന്നെ എങ്ങനെ ഇന്ന് വന്ന് ചാടിയേ? ഒരു 3-4 ദിവസത്തേക്ക് പണിയില്ല, അതുകൊണ്ട് പോന്നതാ. കഴിഞ്ഞ വർഷത്തെ കരമടച്ചില്ല. ഇന്നാണെങ്കിൽ സൗകര്യമാണല്ലോ. പഴയ രസീത് കൊണ്ടുവന്നിട്ടുണ്ടാ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാ. ഇത്രയും ബുക്കില്ലേ? അല്ല, ബുക്ക് നമ്പർ അറിയോ? അയ്യോ, അതും അറിയില്ല. എന്റെ പൊന്നു ചേട്ടാ, തണ്ടപ്പേ രജിസ്റ്ററിലെ നമ്പറും അറിയില്ല, പഴയ രസീതും ഇല്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കും? എന്താ കാഞ്ചനെ? ഒന്നുമില്ല സർ, ഈ ചേട്ടൻ കരം തീർക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ പഴയ രസീത് കയ്യിലും ഇല്ല, ബുക്കിലെ നമ്പറും അറിയില്ല. എന്താ പേര്? ചന്ദ്രകുമാർ. പ്ലംബറാ സാർ. ആ പണിയിലവൻ പുലിയാ. ആള് മിടുക്കനായതുകൊണ്ട് ദൂരെയുള്ള കോൺട്രാക്ടർമാര് വരെ ചന്ദ്രനെ അന്വേഷിച്ചു വരും. നമ്മുടെ LP സ്കൂളിന്റെ തെക്കുവശത്താ താമസിക്കുന്നത്. ശിശുപാലൻ തന്റെ പേര് വെച്ച് നോക്കൂ. ഓ, വീട്ടുപേരും ആളുടെ പേരും അറിയാലോ. അവരെ കണ്ടുപിടിക്കാൻ എളുപ്പമാവും. കുറച്ച് സമയം എടുക്കും. അതുവരെ എന്റെ മുറിയിൽ വന്നിരുന്നോളൂ. അയ്യോ വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. അത് ശരിയല്ലല്ലോ. അവർ തന്റെ പേര് കണ്ടുപിടിച്ച് രസീത് എഴുതി ഒപ്പിടാനായി എന്റെ അടുത്ത് കൊണ്ടുവരും. അതുവരെ അകത്തിരിക്കാം. വരൂ. സാറിനെ പിണക്കാൻ നിൽക്കണ്ട. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരും. ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളുടെ മുഖവും പേരും മരിക്കുന്നവരെ ഓർത്തു വെച്ചേക്കോ. ചെല്ല്. എന്നാ പിന്നെ ചെന്നേക്കാം. വെറുതെ പിണക്കണ്ട. സാറേ, എനിക്കറിയാം ഈ ചന്ദ്രകുമാറിനെ. ആള് മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ അവന് എന്ന് ജോലിയുണ്ട്. പക്ഷേ സാറേ, അവനായിരുന്നല്ലോ 650 രൂപ കൊടുക്കേണ്ടി വരും. എനിക്കതറിയാം. പക്ഷേ ചന്ദ്രകുമാറിനെ വിളിച്ചാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഞാൻ വിളിച്ചതാണ് എന്നുള്ളൊരു മെച്ചം. രണ്ട്, ഇന്നലെ ഞാനും ചന്ദ്രകുമാരൻ തമ്മിൽ ഒരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. സാർ. ചന്ദ്രകുമാർ ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. ചന്ദ്രകുമാറിന് ഈ പ്ലംബിങ്ങിന്റെ പരിപാടികളൊക്കെ നന്നായിട്ട് അറിയാം അല്ലേ? ഞാൻ 7-8 വർഷമായിട്ട് ഇത് ചെയ്യുന്ന സാറേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചന്ദ്രകുമാറിനൊരു സഹായം വേണം. എന്താ സാർ? വീട്ടില് കുറച്ച് ജോലിയുണ്ട്. 1-2 പൈപ്പുകൾക്ക് പ്രശ്നം. സത്യത്തിൽ ആ വീട് വാടക വീടാണ്. വീട്ടുടമസ്ഥൻ ഒരു ഉൽപ്പലാക്ഷൻ ചേട്ടൻ. പൈപ്പുകൾ കേടാണെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവന് ഞാൻ തന്നെ പൈപ്പ് ശരിയാക്കിയല്ലേ പറ്റൂ. ഇന്നും നാളെ മറ്റന്നാളും എനിക്ക് പണിയില്ല. ഞാൻ വേണമെങ്കിൽ വരാം സാർ. നാളെ രാവിലെ വന്നാൽ മതി. ഒരു 8 മണിയാവും. വരാം സാർ.
പിന്നെ എനിക്ക് ചന്ദ്രകുമാറിന്റെ വേറൊരു സഹായം കൂടി വേണം. എന്താ സർ? ഈ ചന്ദ്രകുമാർ വലിയ കൂലിയൊന്നും ചോദിക്കില്ലല്ലോ അല്ലേ? ഇല്ല സാറേ, സാറിന്റെ ഒരു കാര്യമല്ലേ, ചെറിയ പണിയുള്ളെങ്കിൽ അതിനുള്ള പൈസ തന്നാ മതി. ആ പൈസ ഞാൻ തരും. പക്ഷേ അത് അവിടെ വെച്ചല്ല. പിന്നെ വീട്ടിലെ ജോലിയെല്ലാം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, എത്രയാ ചന്ദ്രകുമാറേ എന്ന്. അപ്പൊ ചന്ദ്രകുമാർ പറയണം, സാറിന്റെ വീട്ടിൽ ജോലിയെ വന്നിട്ട് ഞാൻ പൈസ ചോദിക്കാണ്, അത് ശരിയാവില്ല എന്ന്. അതെന്തിനാ സാറേ? ആവശ്യമുണ്ട്. എന്റെ ഭാര്യ വീട്ടിലുണ്ടാവും. അവർ പൈസ വാങ്ങാൻ ഒരുപാട് നിർബന്ധിക്കും. പക്ഷേ ചന്ദ്രകുമാർ ഒരു കാരണവശാലും പൈസ വാങ്ങരുത്. രാവിലെ 10 മണിയാവുമ്പോ ഇവിടെ വന്നാൽ മതി. ഇവിടെ വെച്ച് ഞാൻ പൈസ തരും. എന്തുപറ്റി? കെ മോഹനൻ സാറിന് വിശ്വാസമില്ലേ? അയ്യോ, വിശ്വാസമുണ്ട് സാർ. ഓ, ചന്ദ്രകുമാർന്ന് പൈപ്പ് നന്നാക്കാൻ വരും. സാറുമായി വലിയ അടുപ്പമാണെന്ന് പറയും. അത് കഴിഞ്ഞ് പൈപ്പ് നന്നാക്കും. പൈസയുടെ കാര്യം ചോദിക്കുമ്പോ വേണ്ട എന്ന് പറയും. എന്നിട്ട് വില്ലേജ് ഓഫീസിൽ വന്ന് പൈസ വാങ്ങും. ഇതാണ് കച്ചവടം അല്ലേ? അതെ. ഇതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഉത്തമൻ അറിയാമോ? എന്താ? ഒന്ന്, ഭാവിയിലും ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോ എന്റെ പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്ന് ഭാമ അന്വേഷിക്കും. 2, നാട്ടിലെ പലർക്കും എന്നോട് ഭയങ്കരമായ ബഹുമാനമാണെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുകയും അവരെന്നെ ആരാധിക്കുന്നുണ്ടെന്ന് ഭാമയ്ക്ക് മനസ്സിലാവുകയും ചെയ്യും. 3, ഞാൻ കരമടയ്ക്കാൻ സഹായിച്ചത് കൊണ്ട് ചന്ദ്രകുമാർ വളരെ തുച്ഛമായ കാശ് ചോദിക്കും. 4, ഈ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ സാറ് വക്കീലിനെ പൊളിച്ചടിക്ക് ചുവരിൽ ഒട്ടിക്കും. എന്റെ അമ്മോ, സാറിനെ സമ്മതിക്കണം കേട്ടാ. സാറിനെ കണ്ട ഇത്രയും ബുദ്ധിയുള്ള ആളാണ് തോന്നിയില്ല. അല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചതേ സാറിനെ കണ്ടാൽ തോന്നുന്നതിനേക്കാൾ ഇരട്ടി ബുദ്ധി സാറിനുണ്ടെന്നാണ്. സംഭവം തന്നെ സാറ്. ആ, ഇത് എവിടായിരുന്നു? ഞാൻ ഉത്തമനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് ഒരാളെ ശരിയാക്കി തരാമെന്ന് ഉത്തമൻ പറഞ്ഞിട്ടുണ്ട്. നന്നായിരിക്കും. എന്ത്? ഉത്തമൻ വിളിച്ചുകൊണ്ടുവരുന്നയാൾ അയാൾക്ക് തോന്നുന്ന കൂലി ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല. പൈസ മുടക്കാതെ കാര്യം നടക്കൂല മോഹനട്ടാ. ഈ ലീക്ക് കാരണം നമുക്കുണ്ടാവുന്ന നഷ്ടം മോഹനയുടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് വെച്ച് നോക്കുമ്പോ ഇത് നിസ്സാരമല്ലേ? ഇന്നൊരു പ്ലംബർക്ക് ഒരു 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും കറണ്ട് ചാർജിൽ ലാഭം വെച്ച് നോക്കുമ്പോ അതായിരിക്കില്ലേ നല്ലത്? എത്ര രൂപയാ? 1000 രൂപ. 4 ടാപ്പ് ശരിയാക്കുന്നതിന് 1000 രൂപയോ? വില്ലേജ് ഓഫീസിലിരുന്ന് കരം തീർത്ത് രസീത് കൊടുക്കുന്നതിന് സർക്കാർ മോഹനട്ടന് 25,000 രൂപ മാസം തരുന്നില്ലേ? അതിനെക്കാട്ടിലും ജോലിയുണ്ട് ഒരു പ്ലംബർക്ക്. വില്ലേജ് ഓഫീസറുടെ ജോലി കരം തീർത്ത് രസീത് കൊടുക്കൽ മാത്രമല്ല, വേറെ ഒരുപാട് ജോലികളുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരുപാട് ജോലികൾ. സത്യത്തിൽ ഒരു വില്ലേജ് ഓഫീസർ ചെയ്യുന്ന ജോലി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ചെയ്യുന്നില്ല. ഇത് മോഹനേട്ടൻ പറയുന്നതല്ലേ? മോഹനേട്ടാ, വില്ലേജ് ഓഫീസിൽ എന്താണ് നടക്കുന്നത്, വില്ലേജ് ഓഫീസറുടെ ജോലി എന്താണെന്നല്ല എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും അറിയാത്ത ഏതെങ്കിലും ഒരു പാവങ്ങൾ എടുത്തു പോയിട്ട് ഈ പകിട്ട് പറഞ്ഞാൽ മതി. അതാണെന്ന് പോയി നോക്കി. എനിക്ക് സൗകര്യമില്ല. വേണ്ട. റിപ്പോ നിരക്കും റിസർവ് ബാങ്കിന്റെ ചരിത്രവും പറഞ്ഞ് എവിടെ തന്നെ നിന്നു. വസ്തു വാങ്ങാൻ വന്ന ഇതല്ലേ നേരത്തെ വായിച്ച വസ്തു വാങ്ങാൻ 30 ലക്ഷം അടിച്ചാല്. ആര്? മോഹനകൃഷ്ണ സാറല്ലേ? ഉണ്ട്. മോനേട്ടാ, ഇവിടുത്തെ പൈപ്പ് കേടായി എന്ന് പറഞ്ഞു, അത് നോക്കാൻ വേണ്ടി വന്നതാ. ആഹാ, ഉത്തമൻ പറഞ്ഞു വിട്ടതാണല്ലേ? ഉത്തമൻ ഇപ്പൊ ഇവിടെ ഇറങ്ങിയതേ ഉള്ളൂ. ഉത്തമൻ പറഞ്ഞല്ല. പിന്നെ അല്ല, പുള്ളി ഇതാരും ചന്ദ്രകുമാറോ? എന്താ ചന്ദ്രകുമാറെ?
എന്തെങ്കിലും ആഫീസ് കാര്യത്തിന് വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു 10 മണി കഴിയുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. വീട്ടിൽ വെച്ച് ഞാൻ അത്തരം കാര്യങ്ങൾ നോക്കാറില്ല. ആഫീസുകാരും അല്ല സാർ. പിന്നെ വിജയന്റെ ചായക്കടയില് രാവിലെ ചായ കുടിക്കാൻ കയറിയപ്പോഴാ ഇവിടുത്തെ ഏതോ ടാപ്പുകൾ കേടാണെന്നും നന്നാക്കാൻ സാർ ഒരാളെ അന്വേഷിക്കുന്നു പറഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും താമസിച്ചില്ല, നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. ഭാമേ, ഇത് ചന്ദ്രകുമാർ, നല്ല മിടുക്കനായ പ്ലംബറാണ്. അതെ, ചന്ദ്രകുമാർ ആള് മിടുക്കനായത് കൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര തിരക്കാണ്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ചന്ദ്രകുമാറിനെ ആളുകൾ അന്വേഷിച്ചു വരും. അല്ല ചന്ദ്രകുമാറെ? എന്തായാലും സാറിന്റെ വീട്ടിലെ പൈപ്പ് കേടായിട്ട് എന്നെ ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അയ്യോ, സാറ് വിളിച്ചിരുന്നെങ്കിൽ എത്ര ദൂരത്തുനിന്നാണെങ്കിലും ഞാൻ പറന്നിങ്ങി വന്നേനെ. കേട്ടോ മാഡം, ഈ സാർ എനിക്ക് ദൈവത്തെ പോലെയാ. അത്രയും ഉപകാരങ്ങളാ സാർ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അല്ലല്ലല്ലല്ലല്ലല്ല, ചന്ദ്രകുമാരത് ഓർക്കാഞ്ഞിട്ടല്ല. പക്ഷേ ഒരുപാട് തിരക്കുള്ള ചന്ദ്രകുമാറിന് ഇങ്ങോട്ട് വരാൻ സമയമുണ്ടാകുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അയ്യോ, സാറെന്താ അന്യരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കുന്നേ? സാറിനൊരു ആവശ്യം വന്നാ ബാക്കിയെല്ലാം ഞാൻ മാറ്റിവെക്കില്ലേ? സത്യത്തിൽ സാർ ഈ നാടിന്റെ പുണ്യമാണ് സാറേ, പുണ്യം. അടുക്കളയിലെ പുണ്യവും അല്ല, അടുക്കളയിലെ പൈപ്പും കുളിമുറിലെ പൈപ്പും ശരിയാക്കാനുണ്ട്. വന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാൽ സാറേ, വിജയം പറഞ്ഞ് ഞാനിത് അറിയേണ്ടി വന്നല്ലോ. എനിക്ക് സങ്കടമായി പോയി സാറേ, സങ്കടമായി. സാർ എനിക്ക് ദൈവത്തെ പോലെയാണെന്ന് സാറിന് അറിയാലോ. അയ്യോ, എനിക്കറിയാം, എനിക്കതറിയാം. പക്ഷേ അനിയ, ചന്ദ്രകുമാരൻ എന്നോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ ചൂഷണം ചെയ്യാൻ പാടില്ലല്ലോ. മതി, നന്നായിട്ടുണ്ട്. ചന്ദ്രകുമാർ ഒരു പൈപ്പ് ഞാൻ കാണിച്ചു തരാം. ഒരു പൈപ്പ് നന്നാക്കാൻ ഇത്രയും ബിൽഡപ്പാ? ചന്ദ്രകുമാർ വരൂ. ഭാമേ, ഏതൊക്കെ പൈപ്പുകളാണ് കേടായതെന്ന് ചന്ദ്രകുമാർ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ചന്ദ്രകുമാർ ഈ നാട്ടിലെ ഏറ്റവും മിടുക്കനായ പ്ലംബറാണ്. ഇതൊക്കെ ശരിയാക്കാൻ നിസ്സാര സമയം മതി. അല്ലേ ചന്ദ്ര? അതെ സാർ. ഈ ടാപ്പ് ഒന്ന്, പിന്നെ ആ വാഷ് ബേസിലെ ടാപ്പും കുളിമുറിലെ 2 ടാപ്പും ലീക്ക് ചെയ്യുന്നുണ്ട്. മേഡം പുറത്തു നിന്നോളൂ, ഇതിപ്പോ തന്നെ ശരിയാക്കി തരാം. മോഹനകൃഷ്ണ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തെ പോലെയാ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ ഈ കാര്യം മനസ്സിലായിരുന്നു. ഞാനിവിടെ നിന്നാലല്ലേ ടാപ്പുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കേടായ ടാപ്പൊക്കെ കണ്ടുപിടിക്കാനും നന്നാക്കാനും അറിയാവുന്ന ആളാണ് ചന്ദ്രകുമാർ. അത്തരം കാര്യങ്ങൾ ചന്ദ്രകുമാർ നിന്റെ സഹായം വേണ്ട. അല്ല ചന്ദ്ര? അതെ സാർ. ഭാമേ, അനുഗമിക്കൂ. വരാൻ. അതെ, ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യം എന്താ? ഞാൻ പോട്ടെ, ജോലി എന്തായി നോക്കട്ടെ. അത് വേണ്ട. ചന്ദ്രകുമാറിന്റെ ജോലി ചെയ്യാൻ ചന്ദ്രകുമാരൻ അറിയാം. നീ അതിലിടപെട്ട് കാര്യങ്ങൾ കുളമാക്കണ്ട. ഞാൻ ഇടപെടുന്നില്ല. ഏതൊക്കെ ടാപ്പുകൾക്കാണ് കുഴപ്പമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ചന്ദ്രകുമാർ അതിസമർത്ഥനായ ഒരു പ്ലംബറാണ്. അയാൾക്കറിയാം ഏതൊക്കെ ടാപ്പ് എങ്ങനെയൊക്കെ നന്നാക്കണമെന്ന്. നിനക്ക് എന്റെ കൂടെ ഈ പത്രം വായിച്ചിരുന്നാൽ എന്താ? ഭാമേ, ഇങ്ങോട്ട് നോക്ക്. ഈ റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് നിനക്കറിയാമോ? എനിക്കറിയട്ടെ. എന്റെ പ്രശ്നം അടുക്കളല്ല, പൈപ്പുകളാ. പക്ഷെ ഇപ്പൊ നിന്നെ അങ്ങോട്ട് വിട്ടാ നീ ചന്ദ്രകുമാറിനെ ചൊല്ല് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. നീ ഒരു വക്തുവല്ലേ. ഈ റിപ്പോ നിരക്ക് കുറയുന്ന കൂട്ടത്തിൽ റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടി കുറഞ്ഞാൽ ബാങ്ക് കൂടുതൽ പണം വായ്പയായിട്ട് പൊതുജനങ്ങൾക്ക് നൽകും എന്ന് പറയുകയായിരുന്നു. എന്റെ ഈശ്വര, ഈ ഒടുക്കത്തെ റിപ്പോ റിവേഴ്സ് റിപ്പോ ഇതിലാണ് കത്തിച്ചോളയാ വേണ്ടത്. ആഹാ, പണി കഴിഞ്ഞെന്ന് തോന്നുന്നു മോനട്ടാ. എന്താ ചന്ദ്രകുമാറെ, എല്ലാം പണി കഴിഞ്ഞോ? സർ, അടുക്കളയിലെ പൈപ്പും വാഷ് ബേസിലെ പൈപ്പും കുളിമുറിയിലെ 2 പൈപ്പും ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ കുളിമുറിയിലെ ആ ചെറിയ ടാപ്പ് ഒന്ന് മാറ്റേണ്ടി വരും. അത് തുരുമ്പെടുത്ത് തുടങ്ങി. അങ്ങനെ അതങ്ങ് മാറ്റായിരുന്നല്ലോ. ഏയ്, അതിന്റെ ആവശ്യമില്ല. തൽക്കാലം ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ ശരിയാക്കി വെച്ചിരിക്കുക. അടുത്ത ആഴ്ച മാറിയാ മതി. സമയം കിട്ടുമ്പോ സാറൊന്ന് വിളിച്ചാൽ ഞാൻ തന്നെ വന്നേക്കാം.
പറന്നു വരും. ഇതാണ് ചന്ദ്രകുമാറിന്റെ പ്രത്യേകത. ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ ഭംഗിയായിട്ട് ചെയ്തിട്ടേ പോകൂ. അപ്പൊ ചന്ദ്രകുമാറെ, എത്ര രൂപയാ കൂലി തരേണ്ടത്? അയ്യോ സാർ, അങ്ങനെ ചോദിച്ചാ ചന്ദ്രകുമാറെ, നമ്മൾ തമ്മിലുള്ള പരിചയം വേറെ, ചന്ദ്രകുമാറിന്റെ ജോലി വേറെ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എത്ര രൂപ വേണം? 1000 രൂപ. എത്ര? 1000 രൂപ. അതിൽ താഴെ ഞാൻ ജോലി ചെയ്യാറില്ല സാർ. അല്ല അനിയ, എന്താ സാറിന് ഇപ്പൊ പൈസക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അങ്ങനൊന്നുമില്ല. 1000 രൂപ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ സാർ. അല്ല ചന്ദ്രകുമാറേ, തോമസ് കുട്ടി എന്ന് പറഞ്ഞ പ്ലംബർ പറഞ്ഞത് 650 രൂപ തരുമെന്ന്. അത് തോമസ് കുട്ടി, ഇത് ചന്ദ്രകുമാർ. ഞാൻ ചെയ്യുന്ന ജോലിയുടെ കൂലി ഞാനാണ് തീരുമാനിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇന്നലെ ഓഫീസ് വെച്ചിട്ട് അനിയ, ചന്ദ്രകുമാറെ എന്താ? എനിക്ക് 1000 രൂപ വേണം. തന്നില്ലെങ്കിൽ ഇന്നലെ ഓഫീസിൽ വെച്ച് സാറ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മാഡത്തോട് പറയും. സാറ് നാണം കെടും. അതിനുള്ള വഴി നോക്കണോ? സാർ എനിക്ക് ദൈവത്തെ പോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവമെങ്കിലും ന്യായമായ കൂലി തന്നില്ലെങ്കിൽ വേറെ ആരും. പുതിയ 500 നോട്ട് തന്നാ മതിയോ? പുതിയതാ. വെറുതെ വില പേശണ്ട സാറേ. കൃത്യം 10:30 ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വരും. അപ്പൊ 1000 രൂപയ്ക്ക് തന്നേക്കണം. ഇല്ലെങ്കിൽ സംഭവം മുഴുവൻ മേഡും അറിയും, സാറിന്റെ ഓഫീസ് മുഴുവനും അറിയും. അപ്പൊ ഞാൻ വരട്ടെ സാറേ. ശരി അനിയ, ശരി അനിയ. അയ്യോ, അയാൾ എന്താ മോഹന പറഞ്ഞിട്ട് പോയത്? ചന്ദ്രകുമാർ, നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി വെറുതെ 1000 രൂപ പറഞ്ഞതാ. ശരിക്കും എന്റെ ദൈവം പോലെ സാർ എനിക്ക് പൈസ തരണ്ട, സാറിന് പൈസ വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെയാ പറഞ്ഞത്. അത് ശരിയാ. ചന്ദ്രകുമാർ മോഹനേട്ടനെ ദൈവത്തെ പോലെയാണല്ലോ കാണുന്നത്. അപ്പൊ എന്തായാലും പൈസ വാങ്ങാൻ പറ്റില്ല. അതെ അതെ അതെ. ഈ ഇടപാട് ഉറപ്പിച്ച എവിടോ ഓഫീസിൽ വെച്ച്. ആ, എന്താണ് പാട്? എന്താണ് പാട്? ഒക്കെ സാറിന് നാടകം കളിയായിരുന്നു എന്ന് എനിക്ക് നേരത്തെ സംശയം തോന്നിയത്. ഓ, ഈ ക്ലൈമാക്സ് ആയപ്പോഴേക്കും ചന്ദ്രകുമാർ കാല് വരിയല്ലേ? ചെറുതായിട്ട് കഷ്ടായിപ്പോയി. 650 രൂപയിൽ തീരുവായിരുന്ന കാര്യം 1000 രൂപയിൽ എത്തിച്ചിട്ട് എന്റെ മോഹനേട്ടൻ അടങ്ങിയുള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യം അവൻ വില്ലേജ് ഓഫീസിൽ വരട്ടെ, ശരിയായി കൊടുക്കാം നമുക്ക്. ഞാനൊന്നു കൂടെ. അവസരം ചൂഷണം ചെയ്യുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യരുടെ രീതിയാണ്. ആ രീതി ശാസ്ത്രീയമായി കുറ്റമറ്റ രീതിയിൽ പ്രയോഗിക്കുകയാണ് ചന്ദ്രകുമാർ ചെയ്തത്. എന്തായാലും സത്യഭാമയെ നേരിടാനുള്ള ഒരു ശ്രമം കൂടി പരാജയപ്പെട്ട നിലയ്ക്ക് മോഹനകൃഷ്ണനോട് സഹതപിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.